യേശു ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് എന്ന് പറയുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ വിവരിക്കാതെ പറയാം. ഒന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളൊക്കെ ഒരു രാജ്യത്തിനകത്ത് ഒതുങ്ങുന്നതായിരുന്നു, ഒരു സംസ്കാരത്തെ ചുറ്റിപ്പറ്റിയുള്ളതായിരുന്നു. പക്ഷെ യേശു നടത്തിയ പോരാട്ടം രാജ്യത്തിനകത്ത് ഒതുങ്ങുന്നതോ സംസ്കാരത്തെ ചുറ്റിപ്പറ്റിയുള്ളതോ ജാതിക്ക് അധിഷ്ഠിതമായതോ മതത്തിലും വർഗത്തിലും വർണ്ണത്തിലും ഒതുങ്ങുന്നതോ ആയിരുന്നില്ല. മറിച്ച് അത് സകല മാനവരാശിയുടെയും രക്ഷയ്ക്കുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ നമുക്കും അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പോരാട്ടത്തിലൂടെ നമ്മൾ വിജയം വരിച്ചെങ്കിൽ, യേശു ക്രിസ്തു വിജയം വരിച്ചെങ്കിൽ അതിന് കൊടുത്ത വില സാധാരണ വിലയല്ല. ഒരു രാജ്യത്തിന് വേണ്ടി വില കൊടുത്തവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം, ഒരു സമുദായത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ചവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ സർവപ്രപഞ്ചത്തിന് വേണ്ടി, സർവ മാനവരാശിക്കും വേണ്ടി ജീവത്യാഗം വെച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നസറേനായ യേശു ക്രിസ്തുവാണ്. ഇനി അതിനോടൊപ്പം പറയാം, ഈ പറയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളാകട്ടെ സായുധ വിപ്ലവങ്ങളാകട്ടെ അതൊക്കെ ഒരു കാലഘട്ടത്തെ മാത്രം സ്വാധീനിച്ചതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിന്റെ പച്ചമണ്ണിൽ നടന്ന ആ ബലിമരണം അന്ന് മാത്രം സ്വാധീനിച്ചൊതുങ്ങില്ല. പിന്നിട്ട കാലങ്ങളിൽ സ്വാധീനിച്ച ആ മരണം ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ജനിക്കാൻ പോകുന്ന തലമുറയെ കൂടെ സ്വാധീനിക്കാൻ കരുത്തുള്ളതാണ് യേശുക്രിസ്തു നടത്തിയ പോരാട്ടം.